MSW ഇതും അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഒരു അൺഎക്സ്പെക്റ്റഡും ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. രണ്ടും കൂടി ഒരുമിച്ച് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു വാശിക്ക് നിന്നുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഫിസിക്കലി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അധികം അങ്ങനെ വേറെ ഇഷ്യൂസ് അറിഞ്ഞില്ല. പിന്നെ പഠനം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ഡേറ്റ് യൂണിവേഴ്സിറ്റി മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേടിച്ചായിരുന്നു. 2 അച്ചീവ്മെൻറ്റ് ഇന്ന് ഗ്രാജുവേഷനും അതുപോലെ എൻ്റെ ഉണ്ണിയും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ അത് കാണാൻ പുള്ളിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. നമസ്കാരം. ഡീപോളിലെ ബിരുദദാന ചടങ്ങിനിടയിൽ കണ്ട ഒരു അപൂർവ കാഴ്ചയായിരുന്നു. ഒരു 41 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞുമായി അമ്മ ബിരുദം ഏറ്റുവാങ്ങാനായി വന്നത്. എന്താണ് പേര്? ആര്യ സബീൽ. കുഞ്ഞ് എത്ര നാളായി? 41 ദിവസമാണ്. എങ്ങനെയായിരുന്നു അപ്പം ഈ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പഠനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3 months ആയിരുന്നു വോമിറ്റിങ് കാര്യങ്ങളും. പിന്നെ കോളേജിൽ നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ ആയാലും വൈസ് പ്രിൻസിപ്പൽ ജോസഫ് അച്ഛൻ, അതുപോലെ HOD അനീസ് സാറ്, എല്ലാവരും, അതുപോലെ ക്ലാസ് ഇൻചാർജ് ജോൺ അച്ഛൻ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ എല്ലാ ഫാക്കൽറ്റീസ് ആയാലും നമുക്കെല്ലാം ചെയ്തു തന്നിരുന്നു. അപ്പോൾ അധികം അങ്ങനെ വേറെ ഇഷ്യൂസ് അറിഞ്ഞില്ല. പിന്നെ പഠനം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ഡേറ്റ് യൂണിവേഴ്സിറ്റി മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേടിച്ചായിരുന്നു ഫൈനൽ എക്സാമിൻ്റെ ഇത്. പക്ഷേ ഞാനത് കടന്നു. ഞാൻ 38 വീക്സ്, അതായത് ജസ്റ്റ് 38 വീക്സ് തീരാറായപ്പോഴാണ് ഞാൻ ലാസ്റ്റ് സെമ്മിൻ്റെ എക്സാം ചെയ്ത് കടന്ന് കിട്ടുമെന്ന് വരെ ഭയങ്കര പാടായിരുന്നു. കാരണം അത്ര വീക്സിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഡെലിവറി ടൈമായി. പക്ഷേ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി MSW എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ളവർക്കും ആക്റ്റീവായിട്ട് ചാടി നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റി. 2 അച്ചീവ്മെൻറ്റ് ഇന്ന് ഗ്രാജുവേഷനും അതുപോലെ എൻ്റെ ഉണ്ണിനെയും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ അത് കാണാൻ പുള്ളിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഫിസിക്കലി നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലസൻറ്റ് മൈൻഡായിട്ട് ഞാൻ പോസിറ്റീവായിട്ട് നിന്നു. എനിക്കിത് അച്ചീവ് ചെയ്യണം, ഇതും രണ്ടും കൂടി ഒരുമിച്ച് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു വാശിക്ക് നിന്നുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഫിസിക്കലി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പക്ഷേ ഇറ്റ്സ് ഓക്കെ. കുഞ്ഞിനെയും കൊണ്ട് വേദിയിൽ കയറണം എന്നുള്ളത്. അതെ, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഫസ്റ്റ് ഇയർ എനിക്ക് നോക്കിയായിരുന്നു ഞങ്ങൾ. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം ഇതിൻ്റെ കൂടെ നമുക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ കുഴപ്പമില്ല, ലാസ്റ്റ് ഇതായി. പിന്നെ ഇത് ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല, പക്ഷേ എല്ലാം കൂടി ദൈവം സാധിച്ചു തന്നായിരുന്നു. കൊണ്ട് വാങ്ങാൻ കഴിഞ്ഞു. അതെ, എല്ലാ റീൽസൊക്കെ നമ്മൾ കാണുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കാണുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ട് വാങ്ങുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാവും നമ്മൾ ഇതിൽ എന്താ പറയുക, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇൻറ്റൻഷൻ പൂർവ്വം ചെയ്തതല്ല. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ MSW ഇതും അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഒരു അൺഎക്സ്പെക്റ്റഡും ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു.